അപ്പൊ നമുക്ക് കാണാം ഗൈസ്, ലെറ്റ്സ് ഗോ. ഇവിടെ കൊറേ സംഭവങ്ങളുണ്ട്. ഇവിടെ നമ്മളൊരു ട്രിപ്പ് പോകുമ്പോ അതിൻ്റെതായ വൈബിൽ പോണം, മനസ്സിലായോ? ഒന്ന് ഡ്രസ്സൊക്കെ മാറിയാണ്. ഇത് ഏത് എക്സലൻസിലാണോ? ഇത് ഡിമെൻസിറ്റി അല്ലേ? ഓക്കെ ഓക്കെ. കണ്ടാലും കേട്ടാലും വിശ്വസിക്കില്ല, തൊട്ടറിയണം, തൊട്ടറിഞ്ഞാലേ വിശ്വസിക്കൂ. ജേർണി ടു ദ സെന്റർ ഓഫ് ദി എർത്ത്. അണ്ണ കാണല്ലേന്നോ? വേണ്ട അണ്ണ, സ്പോയിലർ ആണ്. എന്ത് സ്പോയിലർ? എടാ അല്ലടാ, എന്നെ ഇതെന്ത് സ്പോയിലർ ആണോ? എന്താ പറഞ്ഞേ എന്താ അങ്ങനെ പറഞ്ഞേ? സ്പോയിലർ ആണ് ബ്രോ, ഇത് കാണണ്ട അണ്ണ, സ്പോയിലർ ആണ്. ഇവരെല്ലാം എന്താ ഇങ്ങനെ പറയണേ? അണ്ണൻ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. എടാ പൊളി എക്സ്പീരിയൻസ് ആണ്, കിടിലാണെന്ന്. വീഡിയോ കാണാം, എന്നാ കാണാം. കാരണം ഏറ്റെടുത്തത് ശല്യം കാരണം. എടാ പാരഷൂട്ട് എല്ലാം ഉണ്ടോ നോക്കടാ. ഇവിടെ പോയി എവിടെയെങ്കിലും പോയിട്ട് അപ്പുറത്തെ കടവില് കിടക്കുന്നുണ്ടായിരുന്നു, പോയി എടുത്തിട്ട് വരാം. നോക്കിട്ട് എടാ വാ, പാരഷൂട്ട് ഉണ്ടോ നോക്കിട്ട് ആദ്യം വാ. പാരഷൂട്ട് ഇട്ടൂടെ? പാരഷൂട്ട് ഇട്ട് എടാ എല്ലാരും അവിടെ ലിഫ്റ്റ് ഉണ്ട്. വന്നേ 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 വന്നേ. അതെ, ഈ ലിഫ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മള് താഴെ ചെല്ലുവോ? നമുക്ക് എന്തായാലും നോക്കാവാ. നമ്മളിതെവിടെ? എനിക്കൊന്നും കണ്ടുകൂടാ. അതെ, ഇതിന്റെ അകത്ത് വല്ല സാധനം വല്ല ഇറങ്ങി വരുമോ? ഇതൊക്കെ എന്ത് സാധനം? ഇതെന്തോന്നാ ഇവിടെയൊക്കെ? ഇവിടെ പോകാ കൊറേ ഉണ്ടല്ലോ ബാക്കിലോട്ട്. ബാക്കിൽ അവിടെ എന്തൊക്കെ ഉണ്ട്, കൊറേ വഴികളുണ്ട്. ഒരു കിട്ടുന്ന സ്പോട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. മെയ്സായിട്ടാ ഇത്. This property is closed to the public, strictly not entry. ഞാൻ പോവല്ലോ. ഞാൻ ഇപ്പൊ അറിയാം, ഇവിടെ സ്ട്രിക്ട്ലി നോട്ട് അലൗഡ് എന്നൊക്കെ പറഞ്ഞ അവിടെ എഴുതി വെച്ചിരുന്നു. ഇഷ്ടപ്പെട്ടില്ല, അങ്ങോട്ട് കയറുമ്പോ. ഇതിന്റെ അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫക്കായി പോകും കേട്ടാ. അപ്പോ കൺഗ്രാറ്റ്സ്, ഇറ്റ്സ് എ മെയ്സ് എന്ന്. ഇതൊരു മെയ്സ് ആണെന്ന്. ഇതിന്റെ അകത്ത് കയറിപ്പോ കഴിഞ്ഞാൽ പെട്ടു. പേടിക്കൊന്നുമില്ല. നിങ്ങൾ അത് എന്റെ കൂടെ നിന്നല്ലേ, എന്റെ കൂടെ നിന്നാണ്. എന്റെ കൂടെ ചുറ്റലുന്നില്ലേ. നിങ്ങൾ എന്നെ ചുറ്റിരുന്നില്ലേ. ഇനിങ്ങോട്ടോ ഞങ്ങളെ കൊണ്ടുപോകാനാ? നമുക്ക് ഇവിടെ ലെഫ്റ്റില്ല, റൈറ്റ് 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 ലെഫ്റ്റില്ല, റൈറ്റ് റൈറ്റ് ലെഫ്റ്റില്ല, റൈറ്റ് റൈറ്റ്. കണ്ടു ഇങ്ങോട്ടാ നോക്കട്ടെ. റേഞ്ച് ഒക്കെ ഉണ്ടല്ലോ.
റൈറ്റ് ഓർ ലെഫ്റ്റ്? ഞാൻ അപ്പഴേ ഹലോ சொல்லுப்பா. അവിടെ മെയിൻ ബിൽഡിംഗ് ഇല്ലേ? മെയിൻ ബിൽഡിംഗ്. ஆமாங்க லிஃப்ட் இருக்கு. அந்த லிஃப்ட்ல கீழ போயிட்டு ആ ലിഫ്റ്റ് കീഴാ കീഴേ വാ കീഴേ വാ. ഇങ്ങ സൂപ്പർ ആയിരുന്നു. வா. ഒരു സുഖം ഒരു മനസ്സുഖം ഇവിടെ ചതുരു ഏ ആ ലിഫ്റ്റ് കണ്ടാ ഞാൻ കണ്ടുപിടിച്ച് ആ, ഇവിടെ തന്നെ ഇവിടെ ഇവിടെ അല്ല ഇവിടെ അല്ല ഫ്ലഫി ഇവിടെ അല്ല. നമ്മളൊന്ന് ആ മുട്ടയില്ല മുട്ട. ഇതെവിടാ നീ എവിടെ? ഇതെവിടാ ഇതെവിടാ ചതുരു ചതുരു ഏ അല്ല ഞാൻ വന്ന് ഇതെവിടാ ഇതെന്താ? ഇതൊക്കെ എന്താ ഇതൊക്കെ? ചതുരു KGF ഉണ്ടാക്കി വെച്ചേക്കുന്നെ എന്തായി? നമ്മളിന്റെ ഒപ്പം ഇങ്ങനെ മുകളിട്ട് എന്നെ കൊണ്ടോ എന്നെ ഇവിടെ ഇല്ലേ എനിക്ക് പേടിയാണ്ടാ. ഇനി ആ മുട്ടുള്ള സ്ഥലം അളിയോ ഡാർക്ക്നെസ്. അണ്ണാ വാങ്ങ പേടിക്കല്ല ഇങ്ങനെ ടെൻഷനാവല്ലേ. ചന്ദ്രനെ കണ്ട ലിഫ്റ്റിലേക്ക് കേറി പിടിക്കാൻ അപ്പോഴേ പറഞ്ഞാണ് എന്തോ പന്തികടണ്ടെന്ന്. അതാ ആര് ചിരിച്ചേ? സജിയാണ് ചിരിച്ചേ? അല്ല ആര് തിരിച്ച് ഞാൻ ചിരി കേട്ടാ. ഞാൻ കേട്ടില്ല. കള്ളം പറയല്ലേ ഞാൻ കേട്ടില്ല. അയ്യോ, ഞാൻ കേട്ട്. ചന്ദ്രനെ എടുത്ത് ചന്ദ്രു ടോർച്ച് അടിക്കും. ടോർച്ച് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ടോർച്ച്. വാ ടോർച്ചറി കണ്ണൂടൊന്നു ഇത് ലൈവായിട്ട് കാണാനായിരുന്നു കുറച്ചുകൂടെ രസമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. കാരണം കൊറേ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ജംസ്കെയർ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോളെ. ഈ ചെറുക്ക് അവിടെ വെള്ളയൊക്കെ ഇട്ട് ഓടി പറഞ്ഞോണ്ടപ്പാ. നിങ്ങൾ ആരും ഇങ്ങനെ പേടിക്കല്ലേ. ഞാൻ പാന്റ് മാറ്റിട്ട് വേറെ പാന്റ് ഇട്ടിട്ട് പോരാ. ചുമ്മാടാ ചുമ്മാടാ. அப்பா என்னடா ஆச்சு என்னாச்சு? എടാ ഞാനൊരു കാര്യം പാട്ടാടാ. ഇവൻ വെള്ളയിട്ട് അവിടെ നീ രണ്ടും കൂടി ഓടി വന്നപ്പോഴേ ഞാൻ പെടുത്തറാ. എന്റെ തത്സമയം കാണണം. ഞാൻ ശരിക്കും ഓ ഇവ അവനെ കണ്ടല്ലേ പേടിച്ച്. ഞാൻ ഓർത്ത് വല്ല ജംസ്കെയർ വന്നായിരിക്കുമെന്ന്. ഞാൻ കാര്യം പറയാം. ഉള്ള ജീവനും കൊണ്ട് ഇവിടെ ഓടാം. നിങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലേ, നിങ്ങൾക്കറിയാവോ എങ്ങോട്ടാണ് പോകേണ്ടത്? அப்பா உள்ள போய் பாருங்க அப்பா. ഉള്ള നിന്റെ അപ്പന്റെ സമാധാനം ലഭിക്കണ വീട്ടില്. എടാ ഒന്ന് വാടാ, പേടിയാണ്ടല്ലേ, കൂടെ വാടാ. അവരോട് പോയി എടാ നിങ്ങൾ ഇതൊരു തന്നെ വന്നേ. அப்பா நான் கூட்டி போறேன். എടാ ഇവിടെ ലൈറ്റ് ഓഫ് ആയടാ. നമ്മൾ വന്നപ്പോൾ ലൈറ്റ് ഓൺ ആയിരുന്നില്ലടാ. இங்கே எப்படியே போகணும்? നീ പതുക്കെ പോവോ എടാ എന്താ കൊച്ചിറക്കെ ഒരു തേങ്ങ ഇവിടെ ഇവിടെ എടാ, ഇതിനകത്ത് എങ്ങനെ വെളിയിറങ്ങും ഇപ്പൊ? അലിയുടെ സൗണ്ട് നടക്കണ്ടായിരുന്നു. എടാ ഇങ്ങോട്ടോ. അലീനയുടെ ദേഹത്താണ് ഇത്. എടാ ഇതാണ് വഴി. ഇതല്ല, ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് ഇതാണെന്നാണ് തോന്നുന്നത്. കർത്താവേ വെയിറ്റ് ഇതെഴുന്ന പോയി നോക്കട്ടെ. ലാസ്റ്റ് വെയിറ്റ്. ആ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ വന്നാണ് എല്ലാരും വാ. വന്നാണ് ഇനി സംസാരത്തില്ല. ഓർഡർ രക്ഷപ്പെടുവാ. ഇറങ്ങിയോ? എനിക്കിറങ്ങാൻ പറ്റുന്നില്ല. அப்பா
പേര് തൊട്ടിട്ട് പാടാ പാട്ട് പാ. എടാ അവൻ ഇവിടെ ഇല്ലേ? അമ്പോ എടാ നായിന്റെ മോൻ ഇവിടെ ഇറങ്ങി പോടാ. എന്തിന്റെ കടയാവന്? നീ യാരെന്ന് എനിക്ക് നിജമാ தெரியாது, സത്യമാ എനിക്ക് தெரியாது. എന്തോ ആയിക്കോട്ടെ, ഞാൻ നിന്നെ നോക്കാം. ആ ചെറുക്കനെ തിരിച്ചു കിട്ടുമല്ലേ നമുക്ക്? അതിനാ നിന്റെ അമ്മയിലടി വിളിച്ചിട്ടാ. എടാ എല്ലാരും വാ, എല്ലാരും സൗത്ത് എക്സ് സെക്കൻഡ് ലിഫ്റ്റ് കയറി. ഹലോ பாரு அப்பா இங்க பாருப்பா லிஃப்ட் இங்க ஃபுல்லா வாட்டர். വര. ഓ എന്താടാ ചെയ്തു വെച്ചിരിക്കണേ? ആ ചെറുക്ക ആ ലിഫ്റ്റിന്റെ ഫ്രണ്ടിലുണ്ട്. നമുക്ക് ഇനിയിപ്പോ ഉള്ള ഒരു ലിഫ്റ്റിൽ കൂടിയാണ്. അപ്പൊ ആ ലിഫ്റ്റിന്റെ അവിടെ അവന് മറ്റേ സോമ്യ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെയാണ് ഉണ്ടെന്ന് പറഞ്ഞേ. പറയാം നീലക്കല്ലേ. അയ്യോ നീക്ക് സൂര്യബോസ് വിളിച്ചിട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ. എടാ വെള്ളം കണ്ടില്ലേ നിങ്ങള്? എടാ നീന്തി പോണോട്. നിങ്ങൾക്കൊക്കെ ഇവിടെ എന്തോന്നടേ? അജയുടെ അമ്പോ ഇവിടെ എന്തിന്? ഈ വഴി തന്നെ അമ്മ പോയത്, ഈ വഴി തന്നെ. ഇങ്ങോട്ട് നീ ഇങ്ങോട്ടാ. ലെഫ്റ്റ് പോയാലാ? ചന്ദ്രു വാ വാ വാ. എനിക്ക് സത്യമായിട്ടും പേടിയാണ് ചന്ദ്രു. എടാ കടലെത്തിയടാ നമ്മള്. കടല് മാത്രം. அப்பா இங்க பாருப்பா. അതാരും ഉന്നിൽ അപ്പനാ. ஆமாப்பா நெருப்பு விட்டு பாரு. വണ്ടി കെട്ടിരേക്ക്. എടാ ആ പുണ്ടയുണ്ടല്ലോ, അവന്റെ ഒറിജിനൽ അപ്പ കിട്ടിയവന്. ഏതോ തീകപ്പന മാമൻ എടുത്തിരിക്കുന്നത്. ഓ ആ ഇതാണ് വേറൊരു വഴിയല്ലേ? നീ പേടിച്ചല്ലേ? സൂപ്പർ. ഇത് ശരിക്കും ചന്ദ്രന്റെ മോൻ. നാളെ പുള്ളി പൊട്ടൊക്കെ തൊട്ട് ചന്ദ്രന്റെ കൂടെ വന്ന് നിക്കുമെന്നാണ് എന്റെ സംശയം. ഇതിങ്ങനെ ആർപ്പ് ചെയ്ത് ഫ്ലാറ്റിൽ വന്ന് നിൽക്കണോ? എനിക്ക് അച്ഛന്റെ സ്നേഹം വേണമെന്ന്. നീ എങ്ങനെയാ ഈ വഴി കണ്ടുപിടിച്ചേ? அதோப்பா அங்க போனா டாலில இருக்குப்பா, அதை வச்சு தள்ளுன்னு போலாம். ஜாலியா இருக்கு வா. നമുക്കതൊരു അഡ്വഞ്ചർ ട്രിപ്പ് ആക്കാലോ. അവിടെ ഒരു ഇത് കൊടുത്തോ ഏറ്റവും ടോപ്പില്. എടാ എന്തേലും ഉണ്ടാടാ ശരിക്കും? ഇവിടെ എന്തേലും കാണാണ്ടാ? ഈ പ്രേതം അല്ലാതെ വേറെ എന്തോ ഉണ്ട്. അപ്പം അണ്ണാ ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേജിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ഏകദേശം നമുക്കറിയാം. രണ്ടാമത്തെ സ്റ്റേജിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റേജിലോട്ട് പോകാൻ പറ്റൂല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ വേണം ചെയ്യും. എന്താടാ കുറ്റം പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇത് ഭയങ്കര സീനാണ് ഈ ജംപ് സ്കെയർ. കാര്യം പറയട്ടെ, എനിക്ക് മനസ്സിലാവുന്ന പറഞ്ഞാൽ ഇത് ലാസ്റ്റ് ആയിരിക്കും ഇതിന്റെ എൻഡിങ്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിൽക്കണത്. വീടാ இங்க மாடி வா, இங்க வா.
അളിയാ ഇവിടെ കൊടിയൊക്കെ ഉണ്ടാ ഇവിടെ വലിയ എന്തോ സംഭവം തോണ്. ഓ അതെ. എടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. അല്ല ഇവിടെ ഇങ്ങനെ കാണിക്കണേ. ஆமா ഏ ഇവിടെ നിന്ന് ആളെന്തേ എടാ നോക്കിയാണ് ഫ്ലഫി ഫ്ലഫി. ഇതുപോലൊരു ട്രിപ്പ് ഇതുവരെ ജീവിതത്തിൽ കണ്ടോ? ആര് പോയിട്ടുണ്ടാവൂല. ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ കേട്ടെ. ഒരു സാധനത്തിൽ ഉണ്ടായിരുന്നു. എനിക്കറിയാം വെയിറ്റ് വാ. ഫ്ലഫി പതുക്കെ പോ. വല്ലതും കാണാമോ? അതിന്റെ ഇടയിൽ കൂടി കുഴിയില്ലേ ഇത്? കണ്ടിട്ടുള്ള ചോർത്തിരിക്കൂ. കുഴിയല്ല കുഴിയല്ല. നിങ്ങളെ കണ്ടൂടാ. എടാ ഇത് ലൈവ് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നടാ. ലാവയാ ലാവ. ഇവിടെ കയ്യില്ലാത്ത കുറെ പ്രതിമയാടാ. താഴെ ഫുള്ള് ലാവയാണ്. ചന്ദ്രു ഞാൻ പൊക്കോണ്ടിരിക്കോ. ഹലോ വാ വാ നിങ്ങള് വാ. കണ്ടൊരു ബോധം പോയി കിടക്കും. അളിയാ സെക്കൻഡറി. കുതിരടാ ഇത് ടിപ്പു സുൽത്താന്റെ കാലത്തെ അവര് ഒളിച്ചു താമസിച്ച സ്ഥലമല്ലായിരിക്കും. നിധിയെല്ലാം കാണൂടെ. അതെ അതെ. എടാ നമ്മള് ഇതാ എൻഡ് ഓഫ് ദ പോയിന്റിലെത്തി. ഇവിടെ വാടാ. ചന്ദ്രു സ്വർണ്ണമില്ലേ? ജേർണി ബൈ ഡ്രീമർ ഗെയിമിംഗ്. മറ്റേ ജേർണി ടു ദ സെന്റർ ഓഫ് ദി ഐലൻഡ് എന്നൊരു പടം കണ്ടിട്ടുണ്ടോ പണ്ട്? ഇല്ല ഞാൻ കണ്ടില്ല. അതുപോലെയൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇത്. എടാ പ്രേതമാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ പതിവില്ല. നോക്കട്ടെ. എടാ മാറാ ചെറുക്കാടേ. നമ്മളാരോ വീക്സ് ഞാൻ പറഞ്ഞില്ല ഇവിടെ കേറാൻ മുന്നേ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. നമ്മളാരും നോക്കണമെന്ന്. 100 ക്യാമറയും അതിനൊത്ത ആൾക്കാരും വെച്ചിട്ട് എത്ര തേടിയതാ, ഒന്നും കിട്ടിയില്ല. ഇപ്പൊ എവിടുന്നോ വന്ന ഒരുത്തം വന്നിട്ട് അത് കണ്ടുപിടിച്ച്. നിങ്ങളല്ലേ പറയാറ് നിങ്ങൾക്ക് മാത്രമേ ഇതിനെ കുറിച്ചിട്ട് അറിവുള്ളൂ. എന്നിട്ട് എങ്ങനെ അവനിതൊക്കെ? എന്റെ പൊന്നെ, ആ ട്വിസ്റ്റ് പ്രതീക്ഷയില്ല ഏട്ടാ. They will return. എടാ അധികം പ്രതീക്ഷയില്ല ഏട്ടാ. ഇതിന്റെ ഈ മാപ്പിന് 20% മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. ഓടാ അതെ. അയ്യോ, ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് റൈസിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കാൻ തോന്നുന്നു. ഷൗട്ടക്സേ എടുത്താലോ സിനിമ? ഷൗട്ടക്സേ നമുക്ക് തുടങ്ങിയാലോ? സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്.
ചെറിയൊരു പടം പൃഥ്വിരാജ് അറിയാൻ പോലെ. ചെറിയൊരു പടം എടുക്കാൻ പോണം നമ്മള്. റൈസിന്റെ സെക്കൻഡ് പാർട്ട് കൊണ്ടുവരാൻ ടൈമായി. BGM എടാ, നിനക്ക് ലാസ്റ്റ് മനസ്സിലായ സംഭവം ഇത് അവയിട്ട കോൺസെപ്റ്റാ. ഷോർട്ട് ടെക്സ്റ്റിന്റെ കോൺസെപ്റ്റില് ലൈക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു ബുക്കാണ് എഴുതിയ. മനസ്സിലായോ? ആ ഒരു ബുക്ക് അവിടെ ഉണ്ടായിരുന്നു, അത് വായിച്ച ആള് ഞാൻ അങ്ങനെ പോയി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് കൊടുത്തത്. മനസ്സിലായി. BGM കൂടെ ആയപ്പോ സിനിമയായി. നൈസ്. ഞാൻ ഇപ്പഴാ കാണുന്നത് കേട്ടോ, ഞാൻ കണ്ടില്ലായിരുന്നു. റൈസിന്റെ സെക്കൻഡ് പാർട്ട്